ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ചപ്പാത്തിയുടെയും പൊറോട്ടയുടെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള പനീർ ബട്ടർ മസാല എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ 200 ഗ്രാം പനീർ എടുത്തിട്ടുണ്ട്. ഇതിങ്ങനെ പീസായിട്ട് കിട്ടിയ പനീർ തന്നെയാണ്. അപ്പോൾ ഞാനത് ഒരു പാത്രത്തിലിട്ട് അത് മൂന്നത്രയും വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഇവിടെ 2 മിനിറ്റ് നന്നായി തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ആ വെള്ളമൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് പനീർ വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഈ പനീറിലേക്ക് കുറച്ച് ഉപ്പ്, കുറച്ച് മുളക് പൊടി, കുറച്ച് ഗരം മസാലപ്പൊടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്കിതിനാവശ്യമായിട്ടുള്ള മസാല തയ്യാറാക്കാം. അപ്പോൾ അതിനുവേണ്ടി കുക്കറിലാണ് മസാല തയ്യാറാക്കുന്നത്. നമ്മൾ ബട്ടർ ചിക്കൻ ഉണ്ടാക്കിയ പോലെ തന്നെയാണ് ഇതിൻ്റെ മസാല തയ്യാറാക്കുന്നത്. അപ്പോൾ കുക്കറിലേക്ക് ഞാൻ കുറച്ച് ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബട്ടറിൻ്റെ ഒപ്പം തന്നെ ഞാൻ കുറച്ച് ഓയിലും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മുഴുവനായിട്ട് ബട്ടർ തന്നെ എടുക്കാം. അപ്പോൾ ഇതൊന്ന് ചൂടായി വരുമ്പോൾ 2 കഷ്ണം പട്ട, 2 ഏലയ്ക്ക, 2-3 ഗ്രാമ്പു ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. ഇത് ഈ ബട്ടറിൽ കിടന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വരണം. അതിനുശേഷം നമുക്കിതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. ഒരു 2 വലിയ സവാള ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞിട്ട് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഇതിനോടൊപ്പം തന്നെ നമുക്കൊരു 5-6 അണ്ടിപ്പരിപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും 2 പച്ചമുളക് നീളൻ അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഒരു പകുതിയോളം വഴണ്ടി വരുമ്പോൾ നമുക്കിതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് നന്നായിട്ട് ഈ മുളകൊക്കെ ഈ സവാളയിൽ പിടിക്കുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു വലിയ തക്കാളി കട്ട് ചെയ്തിട്ട് കൊടുക്കുക. അതിനുശേഷം തക്കാളിയും ഇതിൽ മിക്സായി വരുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് ഒരല്പം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു വിസിലൊന്ന് അടിച്ചെടുക്കണം. ഒരു വിസിൽ വന്നു കഴിയുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് എയറൊക്കെ തന്നെ പോകാനായിട്ട് അനുവദിക്കുക. ഇപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു വിസിൽ വന്നതിന് ശേഷം എയറൊക്കെ തന്നെ പോയിട്ടുണ്ട്. അപ്പോൾ ഇത് സവാളൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലുള്ള നമ്മൾ നേരത്തെ ചേർത്തിട്ടുള്ള പട്ട നമുക്കൊന്ന് എടുത്ത് മാറ്റാം. നമ്മളിനി ചൂടാറി കഴിയുമ്പോൾ മിക്സിയുടെ ജാറിലിട്ട് നന്നായി അരച്ചെടുക്കേണ്ടതാണ്. അപ്പോൾ നമുക്ക് ഈ പട്ടയിലേക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് മസാലയുടെ കുത്തൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ പട്ട നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. അതിനുശേഷം നന്നായിട്ട് ചൂടാറുമ്പോൾ മിക്സിയുടെ ജാറിലിട്ടിട്ട് നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുത്തിട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് പനീർ ഒന്ന് ചെറുതായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടി ഒരു പാനിൽ കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കാം. ബട്ടർ ഒന്ന് മെൽറ്റായിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് പനീർ ഇട്ട് കൊടുത്തിട്ട് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തിരിച്ചും മറിച്ചിട്ട് കൊടുത്ത് എല്ലാ ഭാഗവും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ പനീർ ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള പേസ്റ്റ് ഇട്ട് കൊടുക്കാം. നല്ല പോലെ പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. പിന്നെ നമുക്കിതിലേക്ക് ഈ മിക്സിയുടെ ജാറൊന്ന് കഴുകിയിട്ടുള്ള വെള്ളം കുറച്ച് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ കുറച്ച് കട്ടിയായിട്ടുള്ള ഗ്രേവിയാണ് എപ്പോഴും പനീർ ബട്ടർ മസാലയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവുക. അതുകൊണ്ട് ഒരുപാട് വെള്ളം ഒഴിക്കണ്ട. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഇതിവിടെ തിളച്ച് വന്നു തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് കസൂരി മേത്തി കയ്യിൽ വെച്ച് നന്നായിട്ടൊന്ന് തിരുമ്മിയിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ നല്ലൊരു മണമാണ് ഇതിലുണ്ടാവുക. പിന്നെ നമുക്ക് ഈ ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പും പിന്നെ ഈ മസാലയൊക്കെ ഒന്ന് സെറ്റായി വരാൻ വേണ്ടിയിട്ട് കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് വെച്ച് കൊടുക്കുക. അപ്പോഴേക്കും ഇതെല്ലാം മസാലയെല്ലാം പനീറിൽ നന്നായിട്ട് പിടിച്ചിട്ടുണ്ടാവും. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ ഈ സമയത്ത് കുറച്ച് ഫ്രഷ് ക്രീം ഒഴിച്ച് കൊടുക്കാം. പക്ഷെ നമ്മൾ അണ്ടിപ്പരിപ്പ് ചേർത്തിട്ടുള്ള കാരണം ഫ്രഷ് ക്രീം ഒഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ളൊരു പനീർ ബട്ടർ മസാലയാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ കമൻസ് ആയിട്ട് അറിയിക്കുക. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ ഈ ചാനൽ പുതിയതായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇനി വേറൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.